ഒക്ടോബർ 2-നാണ് കൃത്യമായി പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഒക്ടോബർ 2-നാണ് പുതിയ ഭരണസമിതി വരേണ്ടത്. പക്ഷേ പല കാരണങ്ങളാൽ ഇലക്ഷൻ നീണ്ടുപോയി. ഇപ്പോൾ നവംബറായി. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഡിസംബറിൽ പുതിയ ഭരണസമിതി വരും. അപ്പോൾ ഭരണസമിതി വരുമ്പോൾ 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, അതിൽ 23,000-ലധികം വരുന്ന വാർഡുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, അതുപോലെ മുനിസിപ്പാലിറ്റികൾ, വലിയ ഒരു സന്നാഹം, ഒരു 1,00,000 ആളുകളെങ്കിലും 4 പാർട്ടിയും കൂടെ കണക്കാക്കി, പിന്നെ ഒരു സ്വതന്ത്രന്മാരെയും കൂടെ കണക്കാക്കി ഒരു 1,00,000-നും 1,50,000-നും അല്ലെങ്കിൽ 1,25,000, 1,50,000 വെച്ചോളൂ, ഒരു 1,50,000 ആളുകൾ പങ്കെടുക്കുന്ന വളരെ വലിയ ഉത്സവമാണ്, ഇലക്ഷൻ മാമാങ്കമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിൽ എല്ലാ ചാനലുകളും അവരുടേതായ ഇലക്ഷൻ ന്യൂസുകളും ബുള്ളറ്റിനുകളും കൊടുത്തു വരുന്നു. എന്നാൽ സുഭാഷിതം ചാനൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 50% സ്ത്രീകളാണ്. സ്ത്രീകളാകുമ്പോൾ പലപ്പോഴും അവർ പുതിയ ആളുകൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കുടുംബശ്രീ, തൊഴിലുറപ്പ്, അതുപോലെ തന്നെ അങ്കണവാടികൾ, ആശാ വർക്കേഴ്സ്, ഇങ്ങനെയൊക്കെ അതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ത്രീകളൊക്കെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരും സ്ഥാനാർത്ഥികളാകുന്നുണ്ട്. ഒരുപാട് ആളുകളെ പല നിബന്ധനകളും പല പാർട്ടികളും വെച്ചിട്ടുണ്ട്. CPM വെച്ചിരിക്കുന്ന ഒരു നിബന്ധന 2 ടേം തുടർച്ചയായി ജയിച്ച ആളിനെ ഇനി മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ അങ്ങനെ ഒരാളിന് ഇപ്പോൾ കൊടുത്തേ പറ്റൂ. അയാൾ നിന്നാലേ ആ വാർഡ്, അല്ലെങ്കിൽ ആ വനിതയോ പുരുഷനോ നിന്നാലേ ആ വാർഡ് ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ് ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ സീനിയറാണ്, കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള കർശനമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മേൽ കമ്മിറ്റികളിലേക്ക് അയച്ച് അത് മുകളിലോട്ട് പോയി ചിലപ്പോൾ ജില്ലാ കമ്മിറ്റി വരെയൊക്കെ പോയി അവരുടെ പ്രത്യേക സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ 2 ടേമിൽ കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. 3 ടേം കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിബന്ധന ലീഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ അവസാനം പിന്നെ ശകലം വെള്ളം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ അത് വല്ലാതെ ചേർത്തിട്ടില്ല, എന്നാലും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി മറ്റ് പാർട്ടികളും ഇതുപോലെ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് അങ്ങനെ സാധ്യതയില്ല. കാരണം തുടർച്ചയായി 2 പ്രാവശ്യം ഒന്നും ടേമിലായ ആരുമില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ടേമിൽ വന്നവർ കാണും മാക്സിമം. അശോക് കുമാറിനെ പോലെയുള്ള ആളുകൾ, പാൽക്കുളങ്ങര വാർഡിലുള്ള അശോക് കുമാറിനെ പോലെ, അശോക് കുമാറിനെ പോലുള്ള ആളുകൾ ഒരുപാട് വർഷമായി നിൽക്കുന്നു. അതുപോലെ കുരിയാത്തി വാർഡിലൊക്കെ മോഹനൻ നായരും ഒക്കെ നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരുപാട് പേര് BJPക്ക് ഇല്ല. അതുകൊണ്ട് BJP അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത കുറവാണ്.